ഹോ, അങ്ങനെ ഹംപിയിലെ വിത്തല ടെമ്പിളും കണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചറിഞ്ഞു. നേരെ നമ്മൾ പോകുന്നത് ലോട്ടസ് മഹൽ പറഞ്ഞ ഒരു അത്ഭുത നിർമ്മിതി കാണാനാണ്. ചരിത്രങ്ങളിൽ പറയുന്നത് പോലെ ഹംപി ആക്രമിക്കപ്പെട്ട ശേഷം ചുരുക്കം ചില നിർമ്മിതികൾ മാത്രം ഒരു കേടുപാടുകളും കൂടാതെ നിലനിന്നിട്ടുള്ളൂ. അതിലെ ഒരു നിർമ്മിതിയാണ് നമ്മുടെ ഈ ലോട്ടസ് മഹൽ എന്ന് പറയുന്ന നിർമ്മിതി. ചരിത്രങ്ങളുടെ ഒരു കുത്തൊഴുക്ക് എന്ന് തന്നെ പറയാം. അവിടുത്തെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. അടുത്തൊരു മനോഹരമായ നിർമ്മിതിയാണ് എലിഫന്റ് സ്റ്റേബിൾസ്. വളരെയധികം അത്ഭുതത്തോടെയാണ് നോക്കിയത്. ഇത്രത്തോളം എലിഫൻസിന് നിൽക്കാൻ പറ്റിയൊരു നിർമ്മിതി ഒരിക്കലെങ്കിലും ചരിത്രത്തെ പഠിച്ച് ഹംപിയെ പഠിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ വളരെയധികം അത്ഭുതപ്പെട്ടു പോയത്. ഈ ഒരു ചരിത്രത്തിൽ കൂടെ തലോടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞു. ഓരോ കൊച്ചു കൊച്ചു നിർമ്മിതികളും അത്രയധികം ഞങ്ങളെ ആകർഷിക്കുകയുണ്ടായി. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞു. പോണ വഴിയിൽ ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ശിവൻ്റെ അമ്പലം കൂടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞാണ് മറ്റൊരു മനോഹരമായ